ഒരു ചെറിയൊരു അലുമിനിയം ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പിടി അളവിൽ തുളസിയും അതുപോലെ തുളസിയുടെ പൂവുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടി ഉണ്ട്, അതായത് പച്ചമഞ്ഞൾ ഉണ്ടല്ലോ, പച്ചമഞ്ഞളുടെ പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതിയാവും. എന്നിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്നൊന്ന് വെള്ളം ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂടുള്ള വെള്ളം ഒഴിച്ചത്. അപ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കുക, മീഡിയം ആക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പനിയുള്ള സമയത്ത്, അതുപോലെ തലവേദന, ജലദോഷം, കഫക്കെട്ട്, ശ്വാസമുട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ആവി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നല്ല റിലീഫ് കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് പനിക്കൂർക്കൻ്റെ ഇലയോ പപ്പായയുടെ ഇലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആവി പിടിച്ചാൽ, അതുപോലെ തുമ്പയുടെ ഇല ഇതൊക്കെ ഇട്ട് ആവി പിടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജലദോഷം, മൂക്കടപ്പൊക്കെ മാറും കേട്ടോ. അല്ലാത്ത സമയത്ത് നമ്മളിതുപോലെ മഞ്ഞൾപ്പൊടിയും തുളസി ഇല ഇട്ടിട്ട് നമ്മളിതുപോലെ ദിവസം നമ്മളൊന്ന് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു മുഖക്കുരു വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആ മുഖക്കുരു ഇല്ലാത്ത സമയത്താണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ തീരെ മുഖക്കുരു വരില്ല, മുഖക്കുരുവിൻ്റെ പാട് പോകാനും ഒക്കെ നല്ലതാണ്.